ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം നിങ്ങൾ ചിക്കൻ റോസ്റ്റ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കും കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് 1/2 കിലോ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരും എടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ മസാലയൊക്കെ ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം ഞാൻ മസാലയെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 സവാള ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടെയാണ്. അപ്പം ഞാൻ സവാള ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ പീസെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഡീപ്പ് ഫ്രൈൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അതായത് ഒരു ഷാലോ ഫ്രൈ ആ ഒരു രീതിയിലാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണയിൽ നിന്ന് ചിക്കൻ പീസെല്ലാം കോരി മാറ്റാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 വട്ടമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. 2 സെറ്റായിട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. ഇപ്പം ചിക്കൻ പീസെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കുക്കിംഗ് എല്ലാം കുക്കറിലാണ്. നേരത്തെ നമ്മൾ ചിക്കൻ പീസ് ഫ്രൈ ചെയ്ത അതേ എണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2/2 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ടിട്ട് ഈ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടി മൂപ്പിക്കുമ്പോൾ അടിയിൽ പിടിക്കാതെ അതേപോലെ തന്നെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തത്. ഇപ്പോൾ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി പീസും കൂടെ ഇട്ടിട്ട് ഇനി ഈ തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വേവിക്കണം. അതിനായിട്ട് ഞാൻ ഒരല്പം ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള മുഴുവനായി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് നമ്മുടെ ഗ്രേവി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഈ ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടാനായിട്ട് ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചിക്കനിൽ ഫ്രൈ ചെയ്യാൻ സമയത്ത് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ പീസ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഗ്രേവിയൊക്കെ ഈ ചിക്കൻ പീസിലോട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇതിലോട്ട് വീണ്ടും ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 2 വിസിൽ വരുന്നവരെ ഞാനൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിൽ 2 വിസിൽ വന്ന ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് ആ ഒരു എയറിൽ തന്നെ വച്ചിരുന്ന ശേഷമാണ്
എയർ കളഞ്ഞിട്ട് തുറന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഒരു നാരങ്ങയുടെ നീര് ഞാൻ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ നീരും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഒരുപാട് വേണ്ടെങ്കിൽ ഒന്നും കൂടെ വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഗ്രേവിയൊക്കെ നമ്മുടെ ചിക്കൻ പീസിൽ നന്നായിട്ട് കോട്ടായിട്ട് ഇതിനകത്തോട്ട് നന്നായിട്ട് ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.